സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസുകൾക്കൊരു അവസാനമില്ലെന്ന മട്ടിലാണ്. തുടരെ നിരവധി പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ചൊരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെയും സത്യസന്ധമായി തൊഴിൽ ചെയ്യുന്നതിന് മടി കാണിക്കുന്നു. നല്ലൊരു തുക വരുമാനമായി കിട്ടുമ്പോഴും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഓഫീസുകളിൽ കയറിയിറങ്ങി നടക്കുന്ന സാധാരണക്കാരെ പിഴിഞ്ഞു ജീവിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ. ആ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഇനി ഒരാൾ കൂടി. അവസാനം സസ്പെൻഷൻ വരെ എത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഉള്ളൂർ സോണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ മായ VS-നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ബിനു ഫ്രാൻസിസ് സസ്പെൻഡ് ചെയ്തത്. ലാപ്ടോപ്പാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. പെർമിറ്റ് നൽകാൻ RI കൈക്കൂലി ആവശ്യപ്പെടുന്ന ഫോൺ കോളിന്റെ ശബ്ദരേഖ പുറത്തു വന്നതിനു പിന്നാലെയാണ് നടപടി. നഗരത്തിലെ ഒരു കെട്ടിട നിർമ്മാണ കരാറുകാരനോടാണ് ഉദ്യോഗസ്ഥ ലാപ്ടോപ്പ് ആവശ്യപ്പെട്ട് വാങ്ങിയത്. ഇവർക്കെതിരെ നേരത്തെയും പരാതി ഉണ്ടായിരുന്നു. ഇവർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നും 5000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി കളക്ടർക്കു ലഭിച്ച പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. കൈക്കൂലിക്ക് വേണ്ടി സേവനങ്ങൾ വൈകിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെ 2 കൗൺസിലർമാർ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ റവന്യൂ ഇൻസ്പെക്ടർക്കെതിരായ വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ മുൻപ് ഈ ഉദ്യോഗസ്ഥയെ താക്കീത് ചെയ്തിരുന്നതായും കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. വിജിലൻസിലും ഇവർക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ജോലിയിൽ തുടരാൻ അനുവദിക്കുന്നത്? തുടക്കത്തിൽ തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണം. സത്യസന്ധമായി സർക്കാർ ജോലിയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. ഇത്തരത്തിലുള്ള കൈക്കൂലി ആരോപണം അവരെ കൂടിയാണ് ബാധിക്കുന്നത്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നടപ്പാക്കി കൊടുക്കേണ്ട ഇവർ തന്നെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ കഷ്ടപ്പെടേണ്ടി വരുന്നത് ഒരു കൂട്ടം ജനങ്ങളാണ്. ഉയർന്ന പദവിയിലെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ സംരക്ഷിക്കുക, അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുക.